എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിൽ മുക്കത്തിനടുത്ത് കറുത്തപറമ്പിലെ റോഡരികിലുള്ള ഡ്രെയിനേജിലേക്ക് കക്കൂസ് മാലിന്യം തള്ളി. ഇരുവഴിഞ്ഞിപ്പുഴയിലേക്ക് ഉൾപ്പെടെ മഴവെള്ളം ഒഴുകിയെത്തുന്ന ഡ്രെയിനേജിലേക്കാണ് കക്കൂസ് മാലിന്യം തള്ളിയത്. മാലിന്യം തള്ളുന്നതിൻ്റെ CCTV ദൃശ്യങ്ങളും നാട്ടുകാർ പുറത്തുവിട്ടു. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിൽ മുക്കത്തിനടുത്ത് കറുത്തപറമ്പിലെ റോഡരികിലുള്ള ഡ്രെയിനേജിലേക്കാണ് കക്കൂസ് മാലിന്യം തള്ളിയത്. ഇരുവഴിഞ്ഞിപ്പുഴയിലേക്ക് ഉൾപ്പെടെ മഴവെള്ളം ഒഴുകിയെത്തുന്ന ഡ്രെയിനേജിലേക്കാണ് കക്കൂസ് മാലിന്യം തള്ളിയത്. മാലിന്യം തള്ളുന്നതിൻ്റെ CCTV ദൃശ്യങ്ങളും നാട്ടുകാർ പുറത്തുവിട്ടു. ടാങ്കറിലെത്തിച്ച് കക്കൂസ് മാലിന്യം തോട്ടിലേക്ക് തള്ളുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ഇക്കഴിഞ്ഞ മാസം 9-ന് വലിയ ടാങ്കർ ലോറിയിലെത്തിച്ച് കക്കൂസ് മാലിന്യം തള്ളുന്നത് നാട്ടുകാർ പിടികൂടുകയും മുക്കം പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. സംഭവത്തിൽ കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് 50,000 രൂപ പിഴ ഈടാക്കുകയും ചെയ്തിരുന്നു. അധികൃതർ ഇങ്ങനെ നടപടികൾ തുടരുമ്പോഴും ഇപ്പോഴും തുടർച്ചയായി മാലിന്യം തള്ളുകയാണെന്നും കടുത്ത വേനലിൽ കുടിവെള്ള സ്രോതസ്സിൽ മാലിന്യം തള്ളുന്നതോടെ നിരവധി പേർക്ക് പകർച്ചവ്യാധികൾ ഉൾപ്പെടെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. ഇന്ന് കാലത്ത് 4:45 ഇവിടെ മാലിന്യം തള്ളിയത്, കക്കൂസ് മാലിന്യം ഇതിവിടെ സ്ഥിരമായിട്ട് തള്ളുന്നുണ്ട്. നമ്മൾ ഒരുപാട് പ്രാവശ്യം പരാതികൾ കൊടുക്കുകയും കഴിഞ്ഞ മാസം നമ്മൾ വാഹനം പിടിച്ച് അവർക്ക് കയ്യോടെ പോലീസിനെ ഏൽപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് നിഷ്പ്രയാസം അവർ ഫൈനും അടച്ചിട്ട് പോയി എന്നാണ് കേൾക്കുന്നത്. ഇന്നും കാലത്ത് ഇവിടെ കണ്ടിട്ടുണ്ട്. ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം കാണണം. ന്യൂസ് ബ്യൂറോ, മുക്കം.